നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. കേരളത്തിലെ MBA പഠനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള എൻട്രൻസ് ടെസ്റ്റായ KMAT കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒന്നാമത്തെ സെഷന് 2025 ഫെബ്രുവരി 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഈ പരീക്ഷ നടത്തുന്നതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഫെബ്രുവരി 14 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. നേരത്തെ പറഞ്ഞ കേരളത്തിലെ MBA പഠനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ കോളേജുകളിൽ അല്ലെങ്കിൽ സർവകലാശാലയൊക്കെ നടത്തുന്ന MBA പ്രോഗ്രാമിലേക്ക് പ്രവേശനത്തിന് വേണ്ടി KMAT ഒരു യോഗ്യതാ പരീക്ഷയാണ്. അതുപോലെ CAT കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, IIM നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, കാസ്റ്റ്, CAT, അതേപോലെ AICT നടത്തുന്ന CMAT, ഇതെല്ലാം പരീക്ഷ യോഗ്യതയാണ്. അതുപോലെ താല്പര്യമുള്ളവർക്ക് KMAT എഴുതിയാലും മതിയാവുന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷ ഫീസ് ഉണ്ട്. 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്നുള്ളത്. SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപ മതിയാകും. ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. പരീക്ഷ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന KMAT പരീക്ഷ വഴിയാണ് സെലക്ഷൻ നേരിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ എലിജിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏജ് നിയന്ത്രണം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല നടത്തുന്ന 3 വർഷത്തെ ആർട്സിലോ സയൻസിലോ എഞ്ചിനീയറിംഗിലോ കൊമേഴ്സിലോ മാനേജ്മെന്റിലോ ഉള്ള ബിരുദമുള്ളവർക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. മിനിമം മാർക്ക് ഏത് സർവകലാശാലയാണ് MBAക്ക് ചേരുന്ന ആ സർവകലാശാല റെസ്ട്രിക്റ്റ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് ഉണ്ടായിരിക്കേണ്ടത് നേരിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അഡ്മിഷൻ സമയത്തേക്ക് മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർക്കും ഇത് എഴുതാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കുക. സിലബസ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീഡിംഗ് കോമ്പ്രിഹെൻഷന്റെ 50 ചോദ്യങ്ങൾ ഉണ്ടാകും, 200 മാർക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ 50 ചോദ്യങ്ങൾ 200 മാർക്കാണ്. ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിംഗിന്റെ 40 ചോദ്യങ്ങൾ 160 മാർക്ക്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 40 ചോദ്യങ്ങൾ 160 മാർക്ക്. അങ്ങനെ 180 ചോദ്യങ്ങൾ ഉണ്ടാകും 3 മണിക്കൂർ കൊണ്ട്. 720 മാർക്ക് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ശരിയായ ഉത്തരത്തിന് 4 മാർക്കും തെറ്റായ ഉത്തരത്തിന് -1 മാർക്ക് ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. കേരളത്തിലെ വിവിധ സിറ്റികളിലെ ഇതിന് എൻട്രൻസ് സെന്ററുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ കാൻഡിഡേറ്റ്സിനൊക്കെ SCBC കാൻഡിഡേറ്റ്സിനൊക്കെ 10% മാർക്ക്, മൊത്തമുള്ള 720ന്റെ 10% 72 മാർക്ക് വേണമെങ്കിലേ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. എന്നാൽ SC/ST കാരായിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് 7.5% മതിയാകുമെന്ന് മനസ്സിലാക്കുക. എൻട്രൻസ് ഇതിന്റെ ഫെബ്രുവരി 23-ാം തീയതി നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. KMAT 25. അപ്പൊ എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരു 80% വെയിറ്റേജും ഗ്രൂപ്പ് ഡിസ്ക് അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ 10%, പേഴ്സണൽ ഇന്റർവ്യൂ 10%, അങ്ങനെയാകെ 100% മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. എൻട്രൻസ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ 180 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷന്റെ വെബ്സൈറ്റ് www.ce.kerala.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. അത് ഫില്ല് ചെയ്ത് അയക്കുക. ആപ്ലിക്കേഷൻ ഫീസും ഓൺലൈനായിട്ട് അടയ്ക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം പറഞ്ഞു. ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സും SCBC കാൻഡിഡേറ്റ്സൊക്കെ 1000 രൂപയാണ്. SC/ST കാരുള്ളവർക്ക് 500 രൂപ മതിയാവും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ ഫീയും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അതുപോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷന്റെ അക്നോളജ്മെന്റ് പേജിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അത് തന്നെ ആ ലിങ്കിൽ ചെന്നിട്ട് പ്രിന്റ് അക്നോളജ്മെന്റ് പേജ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ എൻട്രൻസിനുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഒക്കെ വെബ്സൈറ്റ് കൺട്രോളർ വെബ്സൈറ്റിൽ നിന്ന് ആയിരിക്കും ലഭിക്കുക. www.ce.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 ഫെബ്രുവരി 14 താല്പര്യമുള്ളവർ ഈ അവസരം ഒന്നാമത്തെ സെഷനാണ്. അതിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ അപേക്ഷിക്കാം.